മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ കീഴിൽ കൃഷിക്കാർ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും ബ്രിട്ടീഷുകാർക്കെതിരിൽ കൃഷിക്കാർ നടത്തിയ ഒന്ന് രണ്ട് സമരങ്ങളെക്കുറിച്ചും ഒന്ന് മലബാർ റെബല്യൺ എന്ന് പറയുന്നതും ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്ന രണ്ട് സമരങ്ങളെക്കുറിച്ചും പഠിച്ചു. So, today we are going to start or going to discuss about the problems faced by the tribal groups because of the British rule. ബ്രിട്ടീഷുകാരുടെ ഭരണം കാരണം ട്രൈബൽ ഗ്രൂപ്പ്സ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് അനുഭവിച്ചിരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗോത്രവർഗങ്ങളാണ്. അവരുടെ പ്രധാനമായും അവരുടെ ജോലി എന്ന് പറയുന്നത് കാടുകളിൽ നിന്നും കിട്ടുന്ന വിവിധ വിഭവങ്ങൾ ശേഖരിക്കുക, തേന് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ശേഖരിച്ച് അവയിൽ നിന്ന് ജീവിതമാർഗം കണ്ടെത്തുക, അല്ലെങ്കിൽ കാറ്റിൽ റിയറിങ്, ഹണ്ടിങ് വേട്ട, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, പുനംകൃഷി എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ചില ജോലികളൊക്കെ ചെയ്തിട്ടാണ് ഈ വിഭാഗം ആളുകൾ ജീവിച്ചിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുകയുണ്ടായി? ചില ഫോറസ്റ്റ് ആക്ട്സ്, ഫോറസ്റ്റ് നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് പാസ്സാക്കുകയുണ്ടായി. അതായത് ബ്രിട്ടീഷുകാർ അവർക്ക് ആവശ്യമുള്ള കാടിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള മരങ്ങളുള്ള ഭാഗങ്ങളൊക്കെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചു. ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ച ഭാഗങ്ങളിലേക്കുള്ള പ്രവേശനം ഈ ട്രൈബൽ ഗ്രൂപ്പ്സിന് നിഷേധിക്കപ്പെട്ടു. മാത്രമല്ല, കാടുകളിലെ മരങ്ങൾ വൻതോതിൽ വെട്ടി അവർ റെയിൽവേ ലൈനുകളും കപ്പലുകളും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ചില കാടുകൾ വെട്ടിത്തെളിച്ച് അവിടെ പ്ലാന്റേഷനുകൾ, തോട്ടങ്ങൾ ആരംഭിച്ചു. മാത്രമല്ല, ഈ ഒരു ട്രൈബൽ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ കളക്ട് ചെയ്യുന്ന ഫോറസ്റ്റ് പ്രൊഡക്ട്സ് കാടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന, അവർ ശേഖരിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, അവയുടെ മേൽ ഹൈ ടാക്സും എന്ത് ചെയ്തു? ഇവർ അടിച്ചേൽപ്പിച്ചു. ഇങ്ങനെയെല്ലാം ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സഹിക്കാൻ വയ്യാതെയായപ്പോൾ ദ ട്രൈബൽ ഗ്രൂപ്പ്സ് വർ കമ്പൽഡ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ട്രൈബൽ ഗ്രൂപ്പ് എന്ത് നിർബന്ധിതരായി? ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായി. സോ ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിൽ ആര് മാത്രമല്ല, കൃഷിക്കാർ മാത്രമല്ല, ട്രൈബൽ ഗ്രൂപ്പ്സും ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്തിരുന്നു? അനുഭവിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. സോ gathering forest products, shifting cultivation, cattle rearing, hunting, etc. were the major works of tribal groups. ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ പ്രധാനപ്പെട്ട ജോലികൾ ഇതൊക്കെയായിരുന്നു. ബട്ട് ദ ബ്രിട്ടീഷ് പാസ്ഡ് സം ഫോറസ്റ്റ് ആക്ട്സ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഇന്ത്യയിൽ ചില ഫോറസ്റ്റ് ആക്ടുകൾ പാസാക്കി. And the British declared some forest as protected areas. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ചില കാടുകളെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആയി പ്രഖ്യാപിച്ചു. ആൻഡ് ദ പെർമിഷൻ ടു എൻറ്റർ സച്ച് ഫോറസ്റ്റ് വർ ഡിനൈഡ് ടു ദി ട്രൈബൽ ഗ്രൂപ്പ്സ്. അങ്ങനെയുള്ള കാടുകളിലേക്ക് ഈ ട്രൈബൽ ഗ്രൂപ്പിനുള്ള പ്രവേശിക്കാനുള്ള പെർമിഷൻ എന്ന് പറയുന്നത് അത് ഡിനൈ ചെയ്യുകയും ചെയ്തു. The British felled the trees of forest for laying railway lanes, building ships and for plantation. ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുകയുണ്ടായി? റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഷിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പ്ലാന്റേഷന് വേണ്ടിയിട്ടും ഒക്കെ കാടുകൾ വലിയ തോതിൽ വെട്ടിത്തെളിച്ചു. And the British imposed heavy taxes
ഫോർ ദി പ്രൊഡക്ട്സ് കളക്റ്റഡ് ഫ്രം ഫോറസ്റ്റ്. കേട്ടോ, ഫോറസ്റ്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ മേൽ ഹെവി ടാക്സും ഇവർ ഇമ്പോസ് ചെയ്തു. സോ ദ ലൈഫ് ഓഫ് ദി ട്രൈബൽ ഗ്രൂപ്പ്സ് ബിക്കെയിം മിസറബിൾ. അതോടുകൂടി ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ ജീവിതം മിസറബിളായി, ദുരിതത്തിലായി. ആൻഡ് ദേ കമ്പൽഡ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അവരെന്ത് നിർബന്ധിതരായി? ബ്രിട്ടീഷുകാർക്കെതിരിൽ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തു. ദേ കമ്പൽഡ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അവർ ബ്രിട്ടീഷുകാർക്കെതിരിൽ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തു. അങ്ങനെ ട്രൈബൽ ഗ്രൂപ്പ്സ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ 2 പോരാട്ടങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തതാണ് 1855 നടന്ന സാന്താൾ റെബല്യൺ. ഏതാണ്? സാന്താൾ റെബല്യൺ. സോ സാന്താൾ എന്ന് പറയുന്നത് ഇസ് എ ട്രൈബൽ ഗ്രൂപ്പ്. എവിടെ ഉണ്ടായിരുന്നതാണ്? രാജ്മഹൽ ഹിൽസ്. രാജ്മഹൽ ഹില്ലുകൾ ഇന്നത്തെ ബംഗാള്, ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയ സ്റ്റേറ്റുകളിലുള്ള ഒരു ഹില്ലാണ്, വ്യാപിച്ചു കിടക്കുന്ന ഹില്ലാണ് രാജ്മഹൽ ഹിൽസ്. സോ ഈ രാജ്മഹൽ ഹില്ലുകളിൽ താമസിച്ചിരുന്ന ട്രൈബൽ ഗ്രൂപ്പ് ആയിരുന്നു ഏത്? സാന്താൾ എന്ന് പറയുന്നത്. Their life was very close with nature. അവരുടെ ജീവിതം എന്ന് പറയുന്നത് പ്രകൃതിയോട് വളരെ അടുത്ത ജീവിതമായിരുന്നു. But their life was disturbed with the arrival of British. കണ്ടോ, ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അവരുടെ ജീവിതമാകെ താളം തെറ്റി. Zamindars and moneylenders captured their land. പിന്നെയോ ജമീന്ദാർമാരും മണി ലെൻഡേഴ്സും അവരുടെ ലാൻഡ് പിടിച്ചെടുത്തു. ആൻഡ് ദ ബ്രിട്ടീഷ് യൂസ്ഡ് them or treated them as slaves for laying railway lanes. റെയിൽവേ ലൈനുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഇവരെ അടിമകളെ പോലെ ബ്രിട്ടീഷുകാർ പണിയെടുപ്പിക്കുകയും ചെയ്തു. അറ്റ് ലാസ്റ്റ്, അവസാനം they fought against British. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തു. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് സിധു ആൻഡ് കാനു. Their leaders, the leaders of സാന്താൾ റെബല്യൻ എന്ന് പറയുന്നത് സിധു, കാനു എന്നു പേരുള്ള 2 ലീഡേഴ്സ് ആയിരുന്നു. അവരുടെ കീഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുകയും ചെയ്തു. ഈ സമരം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. സോ സാന്താൾ റെബല്യൻ എന്ന് പറയുന്നത്, സാന്താൾ ഈസ് എ ട്രൈബൽ ഗ്രൂപ്പ്. എവിടെയുള്ളതാണ്? ഹു ലിവ്ഡ് in the Rajmahal hills, and their life was very close with nature, but the arrival of British disturbed their life. Moneylenders and zamindars were captured their land, and the British officials used them for laying railway lanes. At last they fought against British under the leadership of സിധു ആൻഡ് കാനു. സിധുവിന്റെയും കാനുവിന്റെയും നേതൃത്വത്തിൽ ഇവര് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്തു. ഇതാണ് സാന്താൾ റെബല്യൺ എന്ന് പറയുന്നത്. അതേപോലെ ബ്രിട്ടീഷുകാർക്കെതിരിൽ ട്രൈബൽ ഗ്രൂപ്പ്സ് നടത്തിയ, ഈ ഗോത്രവർഗങ്ങൾ നടത്തിയ മറ്റൊരു റിവോൾട്ടായിരുന്നു കുറിച്യ റിവോൾട്ട്. കേരളത്തിൽ നടന്നതാണ്. എന്താ പേര്? കുറിച്യ റിവോൾട്ട്. കുറിച്യ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ 1812 വയനാട്ടിലെ കുറിച്യ ആൻഡ് കുറുമ്പ, കുറിച്യ എന്നു പേരുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പും കുറുമ്പ എന്നു പേരുള്ള ട്രൈബൽ ഗ്രൂപ്പും കൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു സമരമായിരുന്നു. സോ കുറിച്യ റിവോൾട്ട് വാസ് എ റിവോൾട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് അണ്ടർ ദ കുറിച്യ ആൻഡ് കുറുമ്പ ട്രൈബൽ ഗ്രൂപ്പ്സ് ഓഫ് കേരള ഇൻ 1812. കേരളത്തിലെ കുറിച്യ എന്നു പേരുള്ള, കൃത്യമായി പറഞ്ഞാൽ വയനാട്ടിലെയാണ് കേട്ടോ, വയനാട്ടിലെ കുറിച്യ എന്നും കുറുമ്പ എന്നും പേരുള്ള 2 ട്രൈബൽ ഗ്രൂപ്പ്സ് ബ്രിട്ടീഷുകാർക്കെതിരിൽ 1812 നടത്തിയ റിവോൾട്ടാണ് കുറിച്യ റിവോൾട്ട്. ദ ലീഡർ ഓഫ് കുറിച്യ റിവോൾട്ട് വാസ് രാമനമ്പി. കുറിച്യ റിവോൾട്ടിന്റെ ലീഡർ എന്ന് പറയുന്നത് ആരായിരുന്നു? രാമനമ്പി ആയിരുന്നു. രാമനമ്പി എന്ന പേരുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു റിവോൾട്ടിന്റെ ലീഡർ എന്ന് പറയുന്നത്. സോ ഈ ഒരു വിച്ച് വേർ ദി റീസൺസ് ഓഫ് കുറിച്യ റിവോൾട്ട് എന്ന് നമ്മളോട് ചോദിച്ചാൽ
കുറിച്യ റിവോൾട്ടിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തേത് ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷുകാർ ഈ ഒരു വിഭാഗത്തിന്റെ മേൽ ചുമത്തിയ എക്സസീവ് ടാക്സ്, അമിതമായ നികുതി. രണ്ടാമത്തേത് കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്, ടാക്സ് ക്യാഷ് ആയിക്കൊണ്ട് തന്നെ അടക്കണം എന്നുള്ള നിർബന്ധിതാവസ്ഥ. അതേപോലെ തന്നെ സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്, ടാക്സ് അടക്കാത്തവരിൽ നിന്നും അഗ്രികൾച്ചറൽ ലാൻഡ് പിടിച്ചെടുക്കുന്ന അവസ്ഥ. So these three were the reasons for കുറിച്യ റിവോൾട്ട്. അതായത് ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച നികുതി, ആ നികുതി പണമായി തന്നെ അടക്കണം എന്നുള്ള, നിർബന്ധമായിട്ടും അടക്കണം എന്നുള്ള അവസ്ഥ. നികുതി അടക്കാത്ത, ടാക്സ് അടക്കാത്ത ആളുകളുടെ ഭൂമി ആര് പിടിച്ചെടുക്കുമായിരുന്നു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുമായിരുന്നു. ഇത് കൊണ്ടാണ് ദീസ് വർ ദി റീസൺസ്, ഇവയാണ് കുറിച്യ റിവോൾട്ടിനുള്ള റീസൺസ് എന്ന് പറയുന്നത്. And the British government suppressed this revolt. ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? സപ്രസഡ് ദിസ് റിവോൾട്ട്, ഈ റിവോൾട്ടിനെ അടിച്ചമർത്തി. ആൻഡ് കിൽഡ് രാമനമ്പി, എന്നിട്ട് എന്ത് ചെയ്തു? രാമനമ്പിയെ വധിച്ചു കളയുകയും ചെയ്തു. ഇതാണ് കുറിച്യ റിവോൾട്ടുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. കുറിച്യ റിവോൾട്ട് 1812 ഇയർ പഠിക്കുക, ഏതൊക്കെ ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് അതിൽ പങ്കെടുത്തതെന്ന് പഠിക്കുക, അതിന്റെ റീസൺസ് പഠിക്കുക, ലീഡർ ആരായിരുന്നു എന്ന് പഠിക്കുക, അവസാനം ഈ റിവോൾട്ടിന് എന്താണ് സംഭവിച്ചതെന്നും പഠിക്കുക. സോ ഇതാണ് നമ്മൾ ട്രൈബൽ ഗ്രൂപ്പിനെ കുറിച്ച്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ട്രൈബൽ ഗ്രൂപ്പുകൾക്ക് ബ്രിട്ടീഷ് ഭരണകാലത്ത് സംഭവിച്ചതിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഒന്ന്, അവരെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്നുള്ളതും പഠിക്കുക. ട്രൈബൽ ഗ്രൂപ്പ്സ് നടത്തിയ ഒരുപാട് സമരങ്ങളുണ്ട് കേട്ടോ. ഈ കുറിച്യ റിവോൾട്ടും ഈ ഒരു സാന്താൾ റെബല്യനും അല്ലാതെ പഹരിയ റിബല്യൻ നടന്നിട്ടുണ്ട്, കോൾ റെബല്യൻ നടന്നിട്ടുണ്ട്, ഖാസി റെബല്യൻ നടന്നിട്ടുണ്ട്, ഭീൽ റെബല്യൻ നടന്നിട്ടുണ്ട്, മുണ്ട റെബല്യൻ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരിൽ ട്രൈബൽ ഗ്രൂപ്പ്സ് നടത്തിയ റെബല്യൻസ് ആണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പഠിച്ച സാന്താൾ റെബല്യനോ കുറിച്യ റിവോൾട്ടും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്തപ്പോ കൃഷിക്കാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു പഠിച്ചു. ട്രൈബൽ ഗ്രൂപ്പ്സിന് എന്തൊക്കെ സംഭവിച്ചു എന്നും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ട്രഡീഷണൽ ഇൻഡസ്ട്രി, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന പരമ്പരാഗതമായ വ്യവസായങ്ങളൊക്കെ എന്ത് ചെയ്തു? നശിച്ചുപോയി. അവയൊക്കെ അവസാനിക്കപ്പെട്ടു. അപ്പോ ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി നശിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇന്ത്യയിലെ ട്രഡീഷണൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ത് ചെയ്തു? നശിച്ചു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ത് ചെയ്തു? നശിച്ചു. എന്താ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി? നിങ്ങൾക്കറിയാം, വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രി. അപ്പൊ ഈ ട്രഡീഷണൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ത് ചെയ്യുകയാണ്? നശിക്കുകയാണ്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇന്ത്യയിലെ ട്രഡീഷണൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിക്കാനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. ഒന്നാമത്തെ റീസൺ ആണ് ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ബ്രിട്ടീഷ് മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഓർ മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ്. ഇന്ത്യയിലെ ട്രഡീഷണൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിക്കാനുള്ള ഒന്നാമത്തെ കാരണമായിരുന്നു ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ്. ബ്രിട്ടീഷുകാർ യന്ത്രങ്ങളിൽ ഉണ്ടാക്കിയ, മെഷീനുകളിൽ ഉണ്ടാക്കിയ അവരുടെ നാട്ടിലെ തുണിത്തരങ്ങൾ വലിയ തോതിൽ നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്തു. ആളുകൾ അത് വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ ആളില്ലാതെയായി. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിക്കാൻ കാരണമായി. The machine-made textiles imported from Britain were cheap എന്നുള്ളതാണ് ഈ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിക്കാനുള്ള രണ്ടാമത്തെ കാരണം. മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഇമ്പോർട്ടഡ് ഫ്രം ബ്രിട്ടീഷ് ഓർ ബ്രിട്ടൻ വർ ചീപ്പ്. ബ്രിട്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്ത മെഷീൻ മെയ്ഡായ ആ ഒരു വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ചീപ്പ്, അത് വിലക്കുറവായിരുന്നു.
നമ്മളും അങ്ങനെ തന്നെയാണല്ലോ, വില കുറഞ്ഞതാ വാങ്ങുക അല്ലെ. അപ്പൊ വില കുറഞ്ഞ വസ്ത്രങ്ങൾ അവർ അവരുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തു. അത് കാരണം ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിച്ചു. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദ എക്സ്പാൻഷൻ ഓഫ് റെയിൽവേ. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിക്കാനുള്ള മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് റെയിൽവേ. റെയിൽവേയുടെ വ്യാപനം. എന്തുകൊണ്ടാണ് റെയിൽവേയുടെ വ്യാപനം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിക്കാൻ കാരണമായിട്ടുണ്ടാവുക? റെയിൽവേ വ്യാപിച്ചതോടുകൂടി റെയിൽവേ ഉപയോഗിച്ച് വലിയ തോതിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും അവരുടെ പ്രൊഡക്ട്സ് എത്തിക്കാനും ആ സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും സാധിച്ചു. Railway helped British to reach many places to sell their products and helped to collect raw materials easily from Indians. അവരുടെ പ്രൊഡക്റ്റുമായിട്ട് എല്ലാ മുക്കിലും മൂലയിലും അവർക്ക് പോകാനും കഴിഞ്ഞു. അവിടെ നിന്നെല്ലാം റോ മെറ്റീരിയൽസ് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനും കഴിഞ്ഞു. ഇതും ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിക്കാനുള്ള മൂന്നാമത്തെ കാരണമാണ്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ഹയർ ടാക്സ് ലെവീഡ് ഓൺ ദി എക്സ്പോർട്ടഡ് ഐറ്റംസ് ഓഫ് ഇന്ത്യ. നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളുടെ മേൽ എന്തുണ്ടായിരുന്നു? ഹൈ ടാക്സ്, ഉയർന്ന നികുതി ഇവർ ഏർപ്പെടുത്തുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലും ഉപയോഗിക്കാൻ പറ്റിയില്ല, വിറ്റൊഴിക്കാൻ പറ്റിയില്ല, അത് കയറ്റുമതി ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ ആ ഒരു ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നശിച്ചു പോവുകയും ചെയ്തു. സോ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിച്ചതോടുകൂടി അർബൻ ഏരിയകളിൽ താമസിച്ചിരുന്ന ആളുകൾ, അതായത് ഈ ഒരു വസ്ത്രവുമായി ബന്ധപ്പെട്ടും അതിന്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആ കാലഘട്ടത്തിലെ അർബൻ എന്ന് പറഞ്ഞാൽ നഗരപ്രദേശങ്ങളിൽ ഒരുപാട് ആളുകൾ ഇത് തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്നു. ഇത്തരം ആളുകൾക്കൊക്കെ അവരുടെ ജീവിതം വഴിമുട്ടുകയും അവരെല്ലാം വില്ലേജുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു. വില്ലേജുകളിലേക്ക് ഇത്തരം ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുകയും എന്നിട്ട് ഈ ആളുകളെല്ലാം ഗ്രാമങ്ങളിൽ കൃഷിപ്പണി ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി. പക്ഷെ കൃഷിപ്പണി ചെയ്തപ്പോഴോ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നത് കുറച്ചാളുകൾ കൃഷി ചെയ്യുമ്പോൾ വലിയ ഭാഗമായിരുന്നു. പക്ഷെ കൂടുതൽ ആളുകൾ കൃഷി ചെയ്തപ്പോൾ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്ന കൂടുതൽ ആളുകൾക്ക് കൃഷി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസുകളായിക്കൊണ്ട് മാറുകയും അങ്ങനെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞതിനെ ഇത് ബാധിക്കുകയും ചെയ്തു. അപ്പോ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെയാണ് നശിച്ചതെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ ഭരണം സ്വാധീനിച്ചത്. അതേപോലെ ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ട് നിന്നുപോയ മറ്റു ചില വില്ലേജ് ഇൻഡസ്ട്രീസും ഉണ്ട്. അവ ഏതൊക്കെയാണ് എന്നും അവയൊക്കെ നശിച്ചു പോകാനുള്ള കാരണം എന്താണ് എന്നും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേതായിരുന്നു പോട്ടറി. നമുക്കറിയാം മൺപാത്ര നിർമ്മാണം എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ഓഫ് അലുമിനിയം വെസൽസ്. കേട്ടോ, മൺപാത്ര നിർമ്മാണം ബ്രിട്ടീഷുകാർ അലുമിനിയ പാത്രങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതോടുകൂടി ആ ഒരു മൺപാത്ര നിർമ്മാണം അവസാനിച്ചു. ടാനിങ് എന്ന് പറഞ്ഞാൽ തുകൽ പണി, ലെതർ വർക്ക് എന്ന് പറയും. നമ്മൾ തുകൽ കൊണ്ടും മൃഗങ്ങളുടെ തൊലി കൊണ്ട് വിവിധ വസ്തുക്കൾ ഉണ്ടാക്കുക. അത് നശിക്കാൻ കാരണമായത് എന്തുകൊണ്ടാണ്? എക്സ്പോർട്ട് ഓഫ് റോ ലെതർ ടു യൂറോപ്പ്. യൂറോപ്യന്മാരെന്ത് ചെയ്തു? റോ ലെതർ, ലെതർ മൃഗങ്ങളുടെ തൊലിയൊക്കെ നേരെ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ജോലി ചെയ്യുന്ന ആളുകളുടെ ജോലി നഷ്ടമായി. അതേപോലെ കാർപ്പൻറ്ററി എന്ന് പറഞ്ഞാൽ ഈ മരപ്പണി, ആശാരിപ്പണി എന്ന് പറയുന്നത്. യൂസ് ഓഫ് മെഷീൻ മെയ്ഡ് ഓഫ് മെറ്റൽസ്. യൂസ് ഓഫ് മെഷീൻസ് മെയ്ഡ് ഓഫ് മെറ്റൽസ്, ലോഹങ്ങൾ ഉപയോഗിച്ചുള്ള മെഷീൻസും മറ്റും വന്നതോടുകൂടി ഈ കാർപ്പൻറ്ററി എന്ന് പറയുന്ന ആ ഒരു വിഭാഗവും നശിച്ചുപോയി. അപ്പൊ ഇപ്പൊ എന്തൊക്കെയാ പഠിച്ചത്? ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി കൃഷിക്കാർക്കും ദോഷകരമായി ബാധിച്ചു, ട്രൈബൽ ഗ്രൂപ്പ്സിന് ദോഷകരമായി ബാധിച്ചു, വില്ലേജിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിച്ചു, കാർപ്പൻറ്ററി നശിച്ചു, പോട്ടറി നശിച്ചു, ടാനിങ് നശിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് വിഭാഗം ആളുകൾക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടു കൂടി അവരുടെ തൊഴിലും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോ ഇത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ബാക്കി ഭാഗവുമായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഇത്രയും ഭാഗം വായിച്ച് പഠിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ കാണാം.